കാശ്മീരിലേക്ക് വരുമ്പോൾ സത്യത്തിൽ ഞങ്ങൾ പേടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് എത്തിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടെററിസവും അതും ഇതും പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇവിടെ ശ്രീനഗർ വന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതോടെ തന്നെ വോയേജർ ഗ്രാമിൻ്റെ ടീം വന്ന് നമ്മളെ പിക്ക് ചെയ്തു. അതിനുശേഷം ഇന്നേക്ക് നമ്മൾ 4 days ആയി. നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ഇതിലും കുറച്ചും കൂടെ എക്സ്പെക്റ്റേഷന് മേലെയുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അവരുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നത്. നല്ല രീതിയിൽ നമ്മൾ എൻജോയ് ചെയ്തു. ഒരു ഫ്രണ്ട്ലി കം ഒരു ഫാമിലി പോലെ തന്നെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു. ഏതോ ഒരു കമ്പനിയിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തതോ അങ്ങനത്തെ ഒരു ഫീലേ നമുക്ക് ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. റൂമും അക്കോമഡേഷനും ഹോസ്പിറ്റാലിറ്റിയും ഒന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നമ്മളെ കൂടെ ഫോട്ടോസ് എടുത്തുതരാനും വീഡിയോസ് എടുത്തുതരാനും ഒരു 16 Pro നമ്മളെ കൂടെ നടക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അവൻ ത്രൂ ഔട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ഗൈഡ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ റീടേക്ക് എടുത്ത് ലൈക്ക് ഒരു കംപ്ലീറ്റ്ലി നമ്മുടെ കൂടെ ഒരു ഫ്രണ്ട് ട്രാവൽ ചെയ്യണ പോലെ തന്നെയായിരുന്നു. 5 days ഫുള്ളായിട്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ഒരുപാട് ഉപകാരമായി. ഫുഡും അക്കോമഡേഷൻ ആണെങ്കിലും ഒന്നും പറയാനില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കേസിലൊക്കെ ഇവിടെയൊക്കെ വന്നിട്ട് ഫുഡ് എന്താവും എന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. ഹോട്ടലിലാണെങ്കിലും ശരി, നമ്മളെന്താണോ ഈ ഇതിൻ്റെ കൂടെ തന്നെ പാക്കേജിൻ്റെ കൂടെ അല്ലാതെ തന്നെ പറഞ്ഞു കഴിഞ്ഞാലും ആ രീതിയിലേക്ക് നമ്മൾ രാവിലത്തെ മെനു മാറ്റി തന്ന് നമ്മൾ നല്ല രീതിയിൽ തന്നെ കംഫർട്ട് ആക്കിയിട്ടുണ്ട്. നല്ലൊരു 3 star ഹോട്ടലും നല്ല വെൽക്കമിങ്ങും സർവീസും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു. നല്ലായിരുന്നു. ട്രാവൽ ആണെങ്കിലും വളരെ നന്നായിരുന്നു. നമുക്ക് ഇന്നോവ ക്രിസ്റ്റ തന്നെ ആയിരുന്നു. ട്രാവൽ ചെയ്യാനോ അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. എല്ലാവരും വോയേജർ ഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ശരിക്കും ഇത്ര ചെറിയൊരു ഏജിൽ ഇത്ര വലിയൊരു സംരംഭം കൊണ്ടുനടക്കുന്നത് വലിയൊരു കാര്യമാണ്. സത്യം, തീർച്ചയായും നമ്മള് ആ കാര്യത്തിലും കൂടി ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ട് തോന്നിയില്ലേ നമുക്ക്. എന്താ ചെറിയൊരു ഏജിൽ ഇങ്ങനെ ഒരു എക്സ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാക്കുക, പിന്നെ അത് ഇത്രയും എന്താ ആത്മാർത്ഥത്തോടു കൂടി കൊണ്ടുനടക്കുക എന്ന് പറയുന്നത് നമുക്കും കൂടി അത് കൺവേ ആവുന്നുണ്ട്. വെറുതെ അവനെ പൊക്കിയടിക്കുന്നതല്ല, ആള് നമുക്കൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. നമ്മൾ ഇവിടെ വന്നിട്ട് മീറ്റ് ചെയ്യണതാണ്, പക്ഷെ നമുക്കൊരു ഇൻസ്പയറിംഗ് ക്യാരക്ടറും കൂടിയാണ്. എന്തായാലും താങ്ക് യു ആൻഡ് മെനി മോർ വിഷസ് ടു വോയേജർ ഗ്രാം ആൻഡ് ഷെഫീഖ്. താങ്ക് യു.